എന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ കൗൺസിലിംഗ് നടക്കില്ല. പറയൂ മൂസ, ഫാത്തിമയിൽ നിന്നും വേർപിരിയാൻ നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ഓളൊരു ഒന്നാം തരം വയക്കാളിയാ. ഏത് നിമിഷവും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓള് ഞമ്മക്ക് ഒരു ബലം തരുന്നില്ല. കുട്ടികളെ മുന്നിൽ നമ്മളെ ചീത്ത അറിയാ. എത്ര നാളെന്ന് വെച്ചിട്ടാ നമ്മളിതിങ്ങനെ കേട്ടിക്കുക? ഞമ്മക്ക് മടുത്ത്. വഴക്കില്ലാത്ത നേരങ്ങളിൽ ഫാത്തിമ നിങ്ങളോട് സ്നേഹം കാട്ടാറില്ലേ? അതിന് വഴക്കൊഴിഞ്ഞാൽ നേരം വേണ്ട സാറേ. എന്നാലല്ലേ ഓൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഫാത്തിമ വഴക്കിടുന്ന പ്രകൃതമാണെങ്കിൽ അവർക്ക് ചെറിയൊരു ബിഹേവിയർ തെറാപ്പി നടത്തിയാൽ മതിയോ? കാര്യങ്ങളൊക്കെ ശരിയായിക്കോളൂ. അപ്പൊ ഓക്ക് ചികിത്സ നടത്താൻ മാത്രം കുഴപ്പമുണ്ട് ഞമ്മക്ക് തോന്നിക്കണ്. തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതായത് വീണ്ടും നിങ്ങൾ ഒരുമിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പൊ നമ്മൾ ഒരുമിപ്പിക്കാനല്ലേ നിങ്ങൾ വന്ന്? നിങ്ങളെ ഞാൻ ഒരുമിപ്പിക്കും. സാധാരണ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 1 വർഷമെങ്കിലും പിരിഞ്ഞു താമസിക്കണം. പക്ഷേ നിങ്ങളിപ്പോഴും ഒരു കൂരയിൽ തന്നെയാണ് താമസം. നിങ്ങൾക്കിടയിൽ മാനസികമായ അകൽച്ച മാത്രം. ഐ മീൻ മെന്റൽ. ഓക്ക് മെന്റലാന്ന് നിങ്ങൾ പറയണേ? അത് ഞമ്മക്കും തോന്നിക്കണ്. ഒക്കെ നമുക്ക് ശരിയാക്കാം മിസ്റ്റർ മൂസ. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? ഞമ്മക്ക് മെന്റൽ ആണെന്നില്ലേ? ഹേയ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തോ തെറിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിക്കണല്ലോ. ഹേയ്, തെറിപ്പിക്കല്ല, തെറാപ്പി, ബിഹേവിയർ തെറാപ്പി. പെരുമാറ്റ വൈകല്യം അകറ്റാനുള്ള ചെറിയൊരു മനഃശാസ്ത്ര ചികിത്സ. എന്തിനും ഏതിനും ഒച്ചിടുന്ന അന്റെ സ്വഭാവം അതോടെ നിൽക്കും. എന്ന് വെച്ചാല് എനിക്ക് മെന്റൽ ആണ്. ഇനിയിപ്പൊ അങ്ങനെയാന്ന് കൂട്ട്. ഞമ്മക്കത് ചികിത്സിച്ച് ഭേദാക്കാലോ. ഇതൊന്ന് അടങ്ങ്. എനിക്ക് മെന്റൽ ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ എന്നിട്ട് അത് വാങ്ങിങ്ങൾ ഡോക്ടറെ എടുത്ത് നീ അതപ്പോ കിട്ടില്ല. നിങ്ങൾക്ക് ഡിവോഴ്സ് ഇല്ല ഉപദേശ കുമാറാ. സംഗതി ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രീം സെറ്റപ്പിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ രണ്ടാളെയും ഒരുമിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. ഇതാ നോക്ക്, ഇത് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് ചെയ്യാണ്ടിരുന്നാല് ഇമ്പോസിഷൻ ഉണ്ടാവോ? ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. ചെയ്തൊക്കെ പറ്റുമോ? ഇന്നെങ്കിലും ഈ ഒന്ന് അണ്ണാപ്പോ നോക്ക്. ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് വരാം പ്രോഗ്രസ് നോക്കാൻ വേണ്ടി. നിങ്ങൾ ഒരുമിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ കുടുംബ കോടതിയിൽ പറഞ്ഞാലേ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും. അതുകൊണ്ട് ഒന്നുകൂടി നന്നായി ചിന്തിച്ച ശേഷം ഒരു തീരുമാനം എടുക്കണം. അപ്പൊ ശരി, കാണാം. ശരി. രണ്ടാക്കുണ്ട്. നിങ്ങളെ നോക്കട്ടെ. 1 2 3 4 5. നിങ്ങളെ സ്വഭാവ മോശം. നിങ്ങൾക്ക് കുറയല്ലത്. എനിക്ക് 4 എണ്ണേ തന്നെയുള്ളൂ. ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ. ഫാത്തിമാന്നോ? ഹലോ, ഇതെന്ത് കോലാത്? റസിയ, അല്ലങ്ങൾ മാറിപ്പോയല്ലോ. പവർ നയിക്കണല്ലോ. ഇത് പാര് ദിലീപോ? മാറിപ്പോയല്ലോ. മാറ്റം കാലത്തിന് അനിവാര്യമാണ് കുട്ടി. കാലത്തിനൊത്ത് മാറാത്തവരെ കാലം മാറ്റി നിർത്തും. ഇതാ എന്നെ പോലെ പണ്ടൊരു കവി പാടിയില്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും നിങ്ങളെ എന്ന്. അങ്ങനെ ഞാനും മാറി. ഞാൻ മത്സ്യം വിൽക്കാൻ പോവുകയാണ്. മഴയായതുകൊണ്ട് സമുദ്രത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തിന് ദൗർലഭ്യം നേരിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നിങ്ങൾ പറയുന്ന ഒരക്ഷരമൊക്കെ മനസ്സിലാവണില്ല. ഏതക്ഷരമാണ് ഫാത്തിമക്ക് മനസ്സിലാവാത്തത്? മലയാളത്തിലെ 51 അക്ഷരങ്ങൾ പഠിച്ചിട്ടല്ലേ ഫാത്തിമ 8ാം ക്ലാസ്സിലെത്തിയത്. എന്നിട്ടും എന്റെ മലയാളം ഫാത്തിമക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ ലജ്ജാവഹം, ലജ്ജാവഹം. പഠിച്ചോനെ, ഈ മനുഷ്യൻ ചാനൽ വാർത്ത വായിക്കണ പോലെ എന്തൊക്കെയാണ് ഈ പിച്ചുമേയും പറയണത്? ഉപ്പ എവിടുന്ന് പഠിച്ചിങ്ങനത്തെ അച്ചടി ഭാഷ? എന്റെ മോളെ, നിന്റെ ഉമ്മയെ നഷ്ടപ്പെടുമെന്നുള്ള നിർണായക ഘട്ടം വന്നപ്പോ ഞാനത് പഠിക്കാൻ നിർബന്ധിതനായി. ഭാഷ മാത്രമല്ല, എന്റെ വേഷവും രൂപവും ഭാവവും ഒക്കെ മാറിയില്ലേ? നല്ല ഡ്രസ് എനിക്ക് പെരുത്ത് ഇഷ്ടായിക്കണേ. ഉപ്പൻ ഇതന്നെ ഇട്ടാ മതി. അപ്പൊ ശരി. അപ്പൊ ഫാത്തിമ, ഞാൻ പോയിട്ട് മത്സ്യം വിറ്റിട്ട് വരാം. അതാണല്ലോ നമ്മുടെ ഉപജീവന മാർഗം. മോളു, ഉപ്പയുടെ പാതകം എവിടെ? നമ്മൾ എന്തെങ്കിലും പാതകം ചെയ്യൂട്ടോ. റിസ്വാൻ, നീ ഉപ്പയുടെ വാഹനം വൃത്തിയാക്കിയില്ലേടാ? എന്നാ ഉപ്പ പോയിട്ട് വരാം മോളെ. ശരി, ടാറ്റാ. ഉമ്മ PTA മീറ്റിംഗിന് ഉപ്പ ഇതേപോലെ വന്നാ മതിയെന്നല്ലേ? ഒരു ഗ്ലാസ് അനാവശ്യമായി അകാരണമായി ഭർത്താവിനോട് കലഹിക്കാൻ പാടില്ല. കലഹിക്കണം എന്ന് തോന്നുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് പറയാനുള്ളത് മുഴുവൻ കണ്ണാടിയിൽ നോക്കി പറയുക. ഉപ്പ പോയോ? നിങ്ങൾ എന്ത് കോല മുസുക ഈ കെട്ടിയത്? ഈ കോലത്തിൽ മീൻ വിൽക്കാൻ പോയാല്
നിങ്ങളെ കയ്യിൽ നിന്ന് ആരെങ്കിലും മീൻ വാങ്ങൂ? ഒരു പച്ച പരിഷ്കാരം വന്നിക്കണേ. ഏതവളെ മയക്കാനാണ് നിങ്ങളിങ്ങനെ കെട്ടി എന്നല്ലേ നടക്കണത്? ഓ, കോളനിയിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടാവും മയക്കാൻ കണ്ണും കയ്യും കാട്ടി ഇങ്ങനെ നടക്കണ്. 19 വയസ്സായി എന്നുള്ള യാതൊരു വിചാരവും ഇല്ല. ഐക്യരാമന്റെ മാതിരി ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കേണ്ട പ്രായല്ലേ? പെണ്ണൊരുത്തി ഇവിടെ വളർന്നു വരിക എന്നുള്ള വല്ല വിചാരം നിങ്ങൾക്ക് ഉണ്ടോ? പത്രാസം കാട്ടി നടക്കണേ. ഇനി ഇമ്മാതിരി വേഷം കെട്ടി അങ്ങ് നടന്നാല് പണി നടക്കണ ഏതെങ്കിലും കെട്ടിടത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ നമ്മൾ കെട്ടിടൂ നോക്കുകുത്തിയാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരോടാ ഈ സംസാരിക്കുന്നേ? റസിയ, കച്ചറ കൂടുമ്പോ എന്തൊരു വൃത്തികേടല്ലേ എന്റെ മുഖം. അല്ലെങ്കിൽ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. തല്ലുകൂടാൻ വരുമ്പോ കണ്ട പേടിയാവും ചെയ്യും. ഇതെങ്ങനെ ഒന്ന് മാറ്റിയ? ആ ഉപ്പാ, ആ ഇന്ന് രാത്രിയില് മാമിയും വെല്ലിപ്പിയും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. 2-3 തരം മീൻ കൊണ്ടുവന്നില്ലേ? മത്സ്യം മുഴുവൻ തീർന്നു പോയല്ലോ ഫാത്തിമ. അങ്ങനെ തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സംഭവിച്ചു പോയി. ഇപ്പൊ കേക്കാ. തീർന്നു പോയ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് പറയാനാണ്? ഞമ്മക്ക് എന്തെങ്കിലും പച്ചക്കറി വെക്ക മുസുക്കായി. സാരില്ല, നിങ്ങൾ വിഷമിക്കണ്ട. ഇതെന്താ ഉമ്മക്ക് ഇങ്ങനെ ഒരു മാറ്റം? സാധാരണ പൊരയിലേക്ക് കൊണ്ടുവരാണ്ട് മീൻ വിറ്റ് തീർത്തു എന്ന് കേട്ടാല് വാളെടുത്ത് തുള്ളുന്ന ആളാണിത്. ഇനുമ്മ വാളെടുത്തൊന്നും തുള്ളൂല. അത്തേക്ക് വരി ചായ തരാം. ഫാത്തിമ, നീ എന്നെ ഒന്ന് വഴക്ക് പറയൂ ഫാത്തിമ. അത് കേൾക്കാതെ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. നിന്റെ കലഹം കേൾക്കാതെ എനിക്കൊരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്ത് കാര്യം ഉണ്ടായാലും കലഹിക്കൂല. തല്ലുകൂടിയ മൂസക്ക ഇന്നട്ടേച്ച് പോവില്ലേ? ഹൈക്കറിയാം. അതേക്ക് വരി കട്ടൻ ചായ തരാം. പാൽ ചായ മതി അല്ലേ ഉപ്പ? ശരീര ശുചിത്വം, വ്യക്തി ശുചിത്വം എന്നിവ നന്നായി പാലിക്കുക. മുറിയിൽ വല്ലാത്തൊരു നാറ്റോ. അത് മുറിയെ സുഗന്ധപൂരിതമാക്കാൻ ഞാനൊരു പെർഫ്യൂം വാങ്ങിയതാണ്. മത്സ്യത്തിന്റെ രൂക്ഷമായ ഗന്ധത്തിൽ നിന്നും ഇനി ഫാത്തിമയ്ക്ക് രക്ഷപ്പെടാം. വല്ലാത്തൊരു നാറ്റയ്ക്ക് തലേട്ടം തിരിയണോ? കാണിക്കാൻ വരണോ? അറേബ്യൻ സുഗന്ധങ്ങൾ ഈ മുറിയിൽ നിറയുമ്പോൾ മത്സ്യത്തിന്റെ ഗന്ധം നമ്മളെ വിട്ടുപോകും ഫാത്തിമ. നിങ്ങൾ ഈ അച്ചടി ഭാഷ ഒന്ന് നിർത്തുവോ? എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കണ്ടേ? പക്ഷെ ഞാനത് പ്രകടിപ്പിക്കൂല. ഉപദേശ് കുമാറിന്റെ ഹോംവർക്ക് നന്നായി ചെയ്യുന്നതിനാൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആയല്ലേ ഫാത്തിമ? അതെ, ഇന്ന് തൊട്ട് ഞമ്മക്കത് ചെയ്യണ്ടെന്ന് വെച്ചാലോ? വല്ലാത്തൊരു ശ്വാസം മുട്ടല്. നിങ്ങൾ എന്നെ പാത്തോന്ന് വിളിക്കണോ കേൾക്കാൻ ഒരു പൂതി. പാത്തുവോ? പാത്തുമ്മ, തെറിൽ നിന്നും കത്തൊന്നു വന്ന് കത്ത് കിട്ടി പാത്തുമ്മ തരിച്ചങ്ങ് നിന്ന് മിഴിച്ചങ്ങ് നിന്ന് എഴുത്തറിയാത്തൊരു പെണ്ണ്. എന്തെന്നാണത്? അല്ല, ഉപ്പ എന്തെന്ന് പേര് ഷർട്ട് ഇടുന്നില്ലേ? ഇല്ല മോനെ. ഉപ്പാനെ ആ കോമാളി വെച്ച് കാണാൻ കൊറേ പേര് ഉപ്പാനപ്പുറത്ത് കാത്തിക്കുന്നുണ്ട്. ഇനി ആ കോമാളി വേഷം കെട്ടാനേ ഞമ്മളെ കിട്ടൂല. ഓ, ദാ തിരിച്ചു വന്നല്ലോ ആ പഴയ ഭാഷ ഞമ്മള്. എന്തൊരു അരോചകായിരുന്നു ഉപ്പാന്റെ അച്ചടി ഭാഷ. മിസ്റ്റർ മൂസ പോകാൻ ഇറങ്ങിയതാ? ഒരു മിനിറ്റ്. ഒരാഴ്ചത്തെ നിങ്ങളുടെ പ്രോഗ്രസ് അറിയാൻ വന്നതാ. പുരോഗതി ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പിരിയാം. ഇനി ഞാൻ നിർബന്ധിക്കില്ല. പുരോഗതി ഉണ്ട്, നമ്മൾ പിരിയണില്ല. കേസ് പിൻവലിക്കാണ്. വെറുതെ എന്നെ കൊതിപ്പിച്ചായിരുന്നു. വീട്ടില് സമാധാനം ഉണ്ടാവും വിചാരിച്ച അതും പോയി. അപ്പൊ ഞാൻ വന്നത് വെറുതെ ആയി നടത്താം. ഇത് ബ്രോക്കറാ. വെറും ബ്രോക്കറല്ല, ഹൈടെക് ബ്രോക്കർ. വിവാഹമോചിതർക്ക് ഉചിതമായ ആലോചനകൾ എത്തിക്കുന്ന ആൾ. മിസ് ഫാത്തിമ അതിസുന്ദരിയാണ്. മകളും ഒന്ന് പോയായിരുന്നേ. ആളുകൾ തമ്മിൽ പിരിക്കാൻ നടക്കുന്ന ഒരു ഉപദേശകുമാരി. അപ്പോ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഉപദേശിച്ചിട്ട് ആദ്യമായിട്ടാണ് വേർപിരിയാൻ നിൽക്കുന്ന ഒരു കുടുംബം നിൽക്കുന്നത്. വരൂ, നമുക്ക് പോവാം. ബ്രോക്കറിങ് കൊണ്ട് വന്നിക്കണേ. നിങ്ങളോട് നമ്മൾ അന്നേ പറഞ്ഞല്ലേ കുടുംബക്കോടതിയിൽ ഒന്ന് കേസ് കൊടുക്കരുതേന്ന്. എങ്ങനാ ഒന്നും പറഞ്ഞ കേൾക്കൂല. ഒരു വകുപ്പ് കൊള്ളാത്ത മനുഷ്യ. എന്നെ കൊണ്ടായാലും കൊടുത്തേക്ക്. ഞാൻ അല്ല,
പാത്തു നമ്മളെ പഴയ ഫോമിലേക്ക് വന്നല്ലോ. എടാ റിസ്വാനെ ഒരു ഫോട്ടോ എടുക്കടാ. മൂസ ഫാമിലി. നിങ്ങളാകെ പുകഞ്ഞിങ്ങനെ കത്താണല്ലോ. ഇതൊന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള് പുക വലിച്ച് സൂക്കേട് വന്ന് മയ്യത്തായി പോയാല് ഞമ്മള് കുട്ടികളെ എങ്ങനെ നോക്കൂ? ഞമ്മള് വലി നിർത്തിയല്ലോ. നിങ്ങളിങ്ങോട്ട് അടുത്ത് നിക്കി. എന്താണ് പാത്തോ 2 പുക വിടാത്തോണ്ടേ ഒരു ഉന്മേഷം കിട്ടില്ല. ഞാനൊക്കെ ഇവിടെ 3 നേരം പുക വിട്ടിട്ടല്ലേ അടുക്കളയെ കൂടെ ഉന്മേഷത്തോടെ ഇങ്ങനെ നടക്കണേ. ആടുള്ളോല് പറയണതൊക്കെ അനുസരിച്ച് നിങ്ങൾ കയ്യണം. ഞമ്മക്ക് നല്ല കാര്യം വരാൻ വേണ്ടിട്ടാണെന്ന് വിചാരിക്കണോ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കളികാലം. മുടഞ്ഞതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി. പാവം കൂനിന്മേൽ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി. ശനിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ. ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ടു പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല. പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ. അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ MIT മൂസ. ഇവൻ